സിദാൻ തലകൊണ്ട് മെട്രാസിയുടെ നെഞ്ചിലിടിക്കുകയാണ്. ഇന്ന് നമ്മൾ മെസ്സിയെ കാണുന്ന പോലെ അന്ന് ആരും കണ്ടിരുന്നില്ല. ഒലിവർ ഖാൻ അവസാനം ഈ ഗാലറിയെ വലം വെച്ച് പോകുമ്പോൾ അത്രമാത്രം ആവേശത്തോടുകൂടിയാണ് അവർ ജർമ്മൻ ജനതയ്ക്ക് യാത്രയപ്പം നൽകിയത്. അപ്പോൾ അതൊരു പാകിസ്ഥാനി കടയാണ്. പക്ഷേ അയാൾ അവിടെ വെച്ചിരിക്കുന്നത്, പ്ലേ ചെയ്തിരിക്കുന്നത് ലതാ മങ്കേഷ്കറിൻ്റെ ഒരു പാട്ടാണ്. എനിക്ക് വേണ്ടി കുറച്ച് ചോറുണ്ടാക്കി, ഒരു ചിക്കൻ കറി ഉണ്ടാക്കി എനിക്ക് തന്നു. അയാൾ പൈസയും വാങ്ങിച്ചില്ല. സാധാരണ ഓരോ ലോകകപ്പും നമ്മൾ ഓർമ്മിക്കുന്നത് അതിൻ്റെ ചാമ്പ്യന്മാരുടെ പേരിലാണ്, കിരീടം നേടിയ ആളുകളുടെ പേരിലാണ്. പക്ഷെ ചില ലോകകപ്പുകൾക്ക് വേറൊരു നിയോഗമുണ്ട്. അത് ചാമ്പ്യൻ്റെ പേരിലായിരിക്കില്ല, ചിലപ്പം വലിയ വിവാദങ്ങളുടെ പേരിലായിരിക്കും, അല്ലെങ്കിൽ ചില താരോദയത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ചില വിടവാങ്ങലുകളുടെ പേരിൽ. അങ്ങനെ അറിയപ്പെടുന്ന യോഗമുള്ള ഒരു ലോകകപ്പായിരുന്നു 2006 ജർമ്മനി ആതിഥേയത്വം വഹിച്ചത്. ആ ലോകകപ്പ് റിപ്പോർട്ട് ചെയ്യാൻ ഭാഗ്യം ലഭിച്ചത് മാതൃഭൂമിയുടെ ഡെപ്യൂട്ടി എഡിറ്ററായിട്ടുള്ള ശ്രീ പി ശശീന്ദ്രൻ. ശശിയേട്ടാ, 20 കൊല്ലം കഴിഞ്ഞു ജർമ്മനിയുടെ ആ ലോകകപ്പ് കഴിഞ്ഞിട്ട്. എങ്ങനെ ഓർക്കുന്നു അന്നത്തെ ആ ലോകകപ്പിന്? രാജേഷ് പറഞ്ഞത് വലിയൊരളവോളം ശരിയാണ്. കാരണം ഈ പറഞ്ഞ താങ്കൾ ചൂണ്ടിക്കാണിച്ച എല്ലാ ഫാക്ടറും ആ ലോകകപ്പിനെ ശ്രദ്ധേയമാക്കിയിട്ടുണ്ട്. അതൊന്ന് 32 രാജ്യങ്ങൾ പങ്കെടുത്ത ഒരു ലോകകപ്പ്, ഏറ്റവും മനോഹരമായി അടുത്ത കാലത്ത് കണ്ടതല്ല, ആ കാലഘട്ടത്തിൽ നടന്ന ഏറ്റവും മനോഹരമായ ഒരു ലോകകപ്പ്. അതിൻ്റെ ക്രെഡിറ്റ് ജർമ്മനിക്കുള്ളതാണ്. മറ്റൊന്ന് ഈ താരോദയങ്ങളും അതേപോലെ താരങ്ങളുടെ അവസാന യാത്ര, മീൻസ് കളിക്കളത്തിൽ നിന്നുള്ള യാത്ര, അതുകൊണ്ട് ശ്രദ്ധേയമായ ഒരു ലോകകപ്പാണ്. മറ്റൊന്ന് വിവാദം. അതിലേറ്റവും പ്രധാനം ഇപ്പോൾ ഇറ്റലിയാണ് ജർമ്മനിയിലെ ലോകകപ്പിലെ ചാമ്പ്യന്മാർ. പക്ഷേ അന്ന് ഫൈനലിൽ ജർമ്മനിയും ഫ്രാൻസും തമ്മിലായിരുന്നു ഫൈനൽ. ബെർലിൻ സ്റ്റേഡിയത്തിൽ പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ് ഇറ്റലി ചാമ്പ്യന്മാരാകുന്നത്. പക്ഷേ അതിനേക്കാളൊക്കെ വേഗതയിൽ, അല്ലെങ്കിൽ ഇപ്പോഴും ജനങ്ങൾ ഓർക്കുന്നത്, ഫുട്ബോൾ ആരാധകർ ഓർക്കുന്നത്, ആ ഫൈനലിൻ്റെ രണ്ടാം പകുതിയിൽ ഇറ്റലിയുടെ മെട്രാസിയും ഫ്രാൻസിൻ്റെ സിനദിൻ സിദാനും തമ്മിലുള്ള ഒരു സംഘർഷത്തിൻ്റെ പേരിലാണ്. അതുവരെ ടൂർണമെൻറ്റിൽ ഫ്രാൻസിനെ ഒരുപക്ഷെ അതുവരെയുള്ള എല്ലാ കളികളിലും ഒറ്റയ്ക്ക് ചുമലിലേറ്റി പിന്നെ വിജയത്തിലേക്ക് നയിച്ചുകൊണ്ടിരുന്ന നായകനായിരുന്നു സിദാൻ. ആ സിദാനെ പൂട്ടുക, അല്ലെങ്കിൽ സിദാനെ എങ്ങനെയെങ്കിലും ഒതുക്കി നിർത്തുക എന്നുള്ളതായിരുന്നു ഇറ്റലിയുടെ ഏറ്റവും അവരുടെ കളിയുടെ തന്ത്രവും തുടക്കം മുതൽ അതായിരുന്നു. അതുകൊണ്ട് തന്നെ സിദാനെ കഴിയുന്നത്ര രീതിയിൽ ബ്ലോക്ക് ചെയ്യാനും പ്രതിരോധിക്കാനും അതേപോലെ ഇറിറ്റേറ്റ് ചെയ്യാനും ഒക്കെ ഇറ്റലിയുടെ കളിക്കാർ തുടക്കം മുതൽ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു ആ കളിയിൽ തുടങ്ങി 8-ാം മിനിറ്റിൽ തന്നെ സിദാൻ്റെ ഒരു മികച്ച ഗോളിലൂടെ ഫൈനലിൽ ഫ്രാൻസ് മുന്നിൽ നിൽക്കുകയാണ് ഈ ഒരു സംഭവങ്ങൾ വരുന്നത്. മെട്രാസി എന്തോ പറഞ്ഞ് പെട്ടെന്ന് ക്ഷുഭിതനാവുന്ന സിദാനെയാണ് നമ്മൾ കാണുന്നത്. സിദാൻ പറഞ്ഞത് ഇപ്പോഴും അറിയില്ല. അത് ചിലർ പറയുന്നത് സിദാൻ്റെ സഹോദരിയെക്കുറിച്ച് എന്തോ അപവാദം പറഞ്ഞു, അങ്ങനെ പറഞ്ഞു. എന്തായാലും അദ്ദേഹത്തെ അത്രമാത്രം പിന്നെ ഇറിറ്റേറ്റ് ചെയ്ത എന്തോ സംഭവം അവിടെ എന്തോ പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹം സിദാൻ തലകൊണ്ട് മെട്രാസിയുടെ നെഞ്ചിലിടിക്കുകയാണ്. ഐക്കോണിക് ഇടിയാണ്. അത് പെട്ടെന്ന് എന്താണ് സംഭവിക്കുന്നതെന്ന് ബെർലിൻ സ്റ്റേഡിയത്തിലെ ഒരു 70,000-ഓളം കാണികൾ ഇങ്ങനെ സ്തബ്ധരായി നിൽക്കുകയാണ്. ഈ സംഭവം പെട്ടെന്ന് റെഡ് കാർഡ് വരുന്നു, സിദാൻ പുറത്തു പോകുന്നു. ഒരു വല്ലാത്തൊരു ആൻറ്റി ക്ലൈമാക്സ്. അതുവരെ ഫ്രാൻസ് ചാമ്പ്യന്മാരാവും എന്ന് നമ്മളെല്ലാവരും തീരുമാനിച്ചുറച്ചതുപോലെയായിരുന്നു അന്നത്തെ ഫ്രാൻസിൻ്റെ സിദാൻ്റെയും ആ കളിയുടെ പ്രഭാവം. അവിടെ വെച്ച് കളി മാറുകയാണ്. ഫ്രാൻസ് 10 പേരെ വെച്ചാണ് പിന്നീട് കളിക്കുന്നത്. പിന്നീട് പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് നീളുന്നു. 5-3 പിന്നെ ഫ്രാൻസ് തോൽക്കുന്നു, ഇറ്റലി ചാമ്പ്യന്മാരാകുന്നു. അത് താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ മെട്രാസിയും സിദാനും ആ ഒരു ക്ലാഷാണ് ഇപ്പോഴും 2006 ലോകകപ്പ് എന്ന് പറയുമ്പോൾ നമ്മളുടെയൊക്കെ മനസ്സിൽ വരുന്നത്. അത് നേരിട്ട് കണ്ട് അതെ, അതൊരു വലിയൊരു അനുഭവമായിരുന്നു ശരിക്കും. സ്റ്റേഡിയത്തിലൊരു ഫീലിംഗ് എങ്ങനെയായിരുന്നു? സ്റ്റേഡിയത്തിൽ പെട്ടെന്ന് അതുവരെ ആർത്ത് ഇറക്കുകയാണ്. കാരണം ഫ്രാൻസ് അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 2006 ആ ലോകകപ്പ് എന്ന് പറയുന്നത് 4 യൂറോപ്യൻ ടീമുകൾ മാത്രം ഫൈനൽ റൗണ്ടിലെത്തിയ ഇതാണ്. അതിൽ മൂന്നാം സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരത്തിൽ ജർമ്മനിയും പോർച്ചുഗലും തമ്മിലായിരുന്നു മത്സരം. ജർമ്മനി ജയിക്കുന്നു, പോർച്ചുഗൽ 4-ാം സ്ഥാനത്തേക്ക് ഒന്നുമില്ല. അവരൊക്കെ ക്വാർട്ടർ ആകുമ്പോഴേക്ക് തന്നെ എല്ലാവരും ബ്രസീലും അർജൻറ്റീന, മെക്സിക്കോ ഇവരൊക്കെ പോയിരുന്നു. പിന്നീട് അവസാനം ലോകകപ്പിൻ്റെ അതുവരെയുള്ള ചരിത്രത്തിൽ നാലാം തവണയാണ് 4 യൂറോപ്യൻ ടീമുകൾ മാത്രം ഫൈനൽ റൗണ്ടിൽ കളിക്കുന്നത്.
അപ്പോൾ അവിടെ വെച്ച് അതിൽ പിന്നെ മിക്കവാറും യൂറോപ്യന്മാർ പല യൂറോപ്യൻ രാജ്യങ്ങളിലെയും കാണികൾ അവിടെ അന്ന് സ്റ്റേഡിയത്തിലുണ്ട്. എല്ലാവരും ആർത്ത് വിളിക്കുന്ന ഒരു സ്റ്റേഡിയത്തിൻ്റെ ഇടയിൽ എൻ്റെ മുന്നിൽ വെച്ചാണ് ഇങ്ങനെയൊരു സംഭവം നടക്കുന്നത്. പെട്ടെന്ന് ഒരു നിമിഷം എല്ലാവരും സ്തബ്ധരായിട്ടുണ്ട്. പക്ഷേ അവിടെ പ്രതിഷേധം ഉയരുന്നു. അവർ ഫ്രാൻസിൻ്റെ കാണികൾ, ഫ്രാൻസിൻ്റെ അനുകൂലികളാണെങ്കിൽ കണ്ണീർ വാർക്കുന്നു കുറേ പേര്. അത്രമാത്രം അവർക്ക് പ്രിയപ്പെട്ട ആളായിരുന്നു സിദാൻ. അങ്ങനെ ആ ഒരു ഓർമ്മയാണ് ഇപ്പോഴും നമ്മൾ 2006 ലോകകപ്പ് എന്ന് പറയുമ്പോൾ ആ സ്റ്റേഡിയത്തിൽ അന്ന് പ്രസ് ബോക്സിൽ ഇരുന്ന് അത് കളി കാണാൻ കഴിഞ്ഞതിൻ്റെ ഒരു 20 കൊല്ലം കഴിഞ്ഞിട്ട് സിദാന്റെ മകൻ മറ്റൊരു ലോകകപ്പ് കളിക്കാൻ വരികയാണ്. ടീമിൽ. അതെ അതേപോലെ തന്നെയാണ് അന്ന് മെസ്സി. ഇപ്പോൾ നമ്മൾ ലോകം കൊണ്ടാടുന്ന ലയണൽ മെസ്സി പിന്നെ അന്ന് അർജൻറ്റീനയുടെ താരമായിട്ട് ചെറുപ്പക്കാരനായ താരമായി വരുന്നു. ഇപ്പോൾ C7 എന്ന് നമ്മൾ പറയുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ പോർച്ചുഗലിൻ്റെ അന്നത്തെ ഏറ്റവും മികച്ച കളിക്കാരിൽ ഒരാളായിരുന്നു. അന്നും വളരെ ചെറുപ്പമാണെങ്കിൽ പോലും അന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ മികച്ച രീതിയിലായിരുന്നു പോർച്ചുഗലിനെ മുന്നോട്ട് കൊണ്ടുപോയത്. ശരിക്കും 2 യുഗങ്ങളുടെ തുടക്കത്തിലും ഭാഗ്യമുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് അന്ന് ആതിഥേയരായ ജർമ്മനിയും അർജൻറ്റീനയും തമ്മിലൊരു ക്വാർട്ടർ ഫൈനൽ മത്സരം. അതൊരു ഒരുപക്ഷെ ഞാനവിടെ 10-22 കളികൾക്ക് നമുക്ക് കാണാനുള്ളൊരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ കണ്ടില്ല, എനിക്കൊന്ന് ഫൈനലിനേക്കാൾ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു മത്സരം എന്നാണ് ക്വാർട്ടർ ഫൈനലിൽ അർജൻറ്റീനയും ജർമ്മനിയും തമ്മിലുള്ള മത്സരം. തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ എപ്പോഴും വലിയ വെലോസിറ്റി കൂടുതലാണ്. അത് ഒന്ന് ജർമ്മനിയിൽ നടക്കുന്നു എന്നുള്ളതുകൊണ്ട് ജർമ്മനി ജയിച്ചേ പറ്റൂ എന്നുള്ള ഒരു മാനസികാവസ്ഥയിലാണ് ജർമ്മൻ കളിക്കാരും കാണികളും. അർജൻറ്റീനയാണെങ്കിൽ ലാറ്റിൻ അമേരിക്കയുടെ ഒരു പ്രതാപവുമായിട്ട് വരികയാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരുപാട് മറ്റ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരും അവിടെ അർജൻറ്റീനയ്ക്ക് വേണ്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു അപാരമായ മത്സരമായിരുന്നു. അവിടെ ഒരു വിധത്തിലാണ് ജർമ്മനി ജയിച്ച് കയറിയത്. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ അന്ന് ഇന്ത്യയിൽ നിന്നുള്ള ഒരാൾക്കും ആ മത്സരത്തിനുള്ള പാസ് കിട്ടിയിരുന്നില്ല. അക്രഡിറ്റേഷൻ ഉള്ളവർക്ക് ആണെങ്കിൽ പോലും അവസാനം അന്ന് ഫിഫയുടെ അപ്പീൽ കമ്മിറ്റി അംഗമായിരുന്ന PP ലക്ഷ്മണൻ്റെ കണ്ണൂരിലുള്ള PP ലക്ഷ്മണൻ അദ്ദേഹം ഇന്നില്ല. അദ്ദേഹത്തിന് കിട്ടിയ ഒരു സ്പെഷ്യൽ പാസ് ഉപയോഗിച്ചാണ് ഞാൻ അതിലേക്ക് കയറാൻ പറ്റുന്നത്. അന്ന് ആ കളിയാണ് എനിക്ക് തോന്നുന്നു ആ ടൂർണമെൻറ്റിലെ ഏറ്റവും മികച്ച കളിയായിട്ട് ആളുകളെ ത്രസിപ്പിച്ച കളിയായിരുന്നു. പോർച്ചുഗലുമായിട്ടുള്ള ജർമ്മനിയുടെ 3ാം സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരം അതും വേറൊരു തരത്തിൽ ഓർമ്മിക്കപ്പെടേണ്ടതാണ്. ജർമ്മനിയുടെ ഗോൾ കീപ്പർ ഒലിവർ ഖാൻ അദ്ദേഹത്തിൻ്റെ വിടവാങ്ങലായിരുന്നു. ഒലിവർ ഖാൻ എത്രയോ വർഷങ്ങളായി ജർമ്മനിയുടെ 1ാം നമ്പർ ഗോൾ കീപ്പറാണ്. കിം ഖാൻ എന്ന പേര് വരുന്നു. അദ്ദേഹം ബയൺ മ്യൂണിക്കിൻ്റെ ഏറ്റവും വിശ്വസ്തനായ, ഏറ്റവും കൂടുതൽ ട്രോഫികളൊക്കെ ക്ലബിന് വാങ്ങിച്ചു കൊടുത്ത, ഗോൾവല കാത്ത ഒരു ആളാണ്. പക്ഷേ അന്നത്തെ ജർമ്മൻ കോച്ച് ക്ലിൻസ്മാൻ അതുവരെയുള്ള എല്ലാ മത്സരങ്ങൾക്കും അവസരം കൊടുത്തത് ലേമാനായിരുന്നു. 2ാം നമ്പർ ഗോളി ലേമാനായിരുന്നു. പിന്നീട് ആ ടൂർണമെൻറ്റിൽ ജർമ്മനിയുടെ ഗോൾ വലയം കാത്തത്. പക്ഷേ വളരെ മാന്യതയോടുകൂടി, സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി ഈ ഒലിവർ ഖാൻ സൈഡ് ബെഞ്ചിൽ ഇരുന്നു കൊണ്ട് കളികൾ വീക്ഷിക്കുകയും നിർദ്ദേശങ്ങൾ കൊടുക്കുകയും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവസാനത്തെ മത്സരം അതൊരു ട്രിബ്യൂട്ടായിട്ട് അന്ന് പിന്നെ ക്ലിൻസ്മാൻ ആ പോർച്ചുഗലായിട്ടുള്ള മത്സരത്തിന് ഒലിവർ ഖാൻ്റെ ഇത് അവസാന മത്സരമായിരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നില്ല. പക്ഷേ അവർക്ക് ഏതാണ്ട് ജർമ്മൻ ജനത ആ രീതിയിൽ അതിനെ കണ്ടിരുന്നു. ആ കളിയിലേക്ക് 3ാം സ്ഥാനത്തിന് വേണ്ടിയുള്ള കളിയിൽ, പോർച്ചുഗലിനെതിരായിട്ടുള്ള കളിയിൽ ഒലിവർ ഖാനായിരുന്നു ഗോൾവല കാത്തത്. പക്ഷേ ക്ലിൻസ്മാൻ മറ്റൊന്നും കൂടി ചെയ്തു. അന്നത്തെ ക്യാപ്റ്റൻസി ഇദ്ദേഹത്തിന് കൊടുത്തു. ജർമ്മൻ ടീമിൻ്റെ ക്യാപ്റ്റൻസി ആയിട്ട് ബാഡ്ജ് ഒലിവർ ഖാൻ കൊടുത്തു. ആ മത്സരം ജർമ്മനി ജയിക്കുന്നു, 3ാം സ്ഥാനം കിട്ടുന്നു. അതൊരു വലിയൊരു ഫാൻസ് ഒലിവർ ഖാൻ അവസാനം ഈ ഗാലറിയെ വലം വെച്ച് പോകുമ്പോൾ അത്രമാത്രം ആവേശത്തോടുകൂടിയാണ് അവർ ജർമ്മൻ ജനത യാത്രയപ്പ് നൽകിയത്. അതൊരു വളരെ ത്രസിപ്പിക്കുന്ന ഒരു മൊമെൻ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. 20 വർഷം കഴിഞ്ഞിട്ട് ഒലിവർ ഖാൻ്റെ പിന്മുറക്കാരനായി വന്ന മാനുവൽ ന്യൂയറും ഈ വേൾഡ് കപ്പോട് കൂടി വിരമിക്കുകയാണ്. അതെ, ഒരു തലമുറ, ഏതാണ്ട് ഒരു 20 വർഷം, ഒരുപക്ഷെ ഈ ഈ ലോകകപ്പോട് കൂടി മെസ്സിയും ക്രിസ്ത്യാനോ ഒക്കെ മിക്കവാറും ഇനി ഒരു 4 വരവ് ഓർമ്മയുണ്ടോ?
മെസ്സി അന്ന് അത്രമാത്രം വലിയൊരു ആവേശം ഉണ്ടാക്കിയെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രമാത്രം അതിനു മുമ്പ് അതിനേക്കാൾ പ്രഗത്ഭരായ താരങ്ങൾ അന്ന് അർജന്റീന നിരയിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മെസ്സി ഒരു പ്രോമിസിങ് പ്ലെയർ എന്നതിനപ്പുറം ഇന്ന് നമ്മൾ മെസ്സിയെ കാണുന്ന പോലെ അന്ന് ആരും കണ്ടിരുന്നില്ല. പകരക്കാരനായി വന്നൊരു ആളാണ്. അപ്പോൾ പക്ഷേ മെസ്സി അന്നും ടീമിൻ്റെ ഏറ്റവും മികച്ച കളിക്കാരിൽ ഒരാളായിരുന്നു. ഇതൊക്കെ പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 2006 ലോകകപ്പ് ജർമ്മനി അതിന് എത്രയോ 2002 തന്നെയാണ് അവർക്ക് ഇത് കിട്ടുന്നത്, ഇതിൻ്റെ അവസരം കിട്ടുന്നത്. പിന്നീട് 4 വർഷം കൊണ്ട് അവർ നടത്തിയ അടിസ്ഥാനപരമായ ചില പരിഷ്കാരങ്ങളും നവീകരണങ്ങളും, സ്റ്റേഡിയം ജർമ്മനിയിലെ 12 നഗരങ്ങളിൽ വെച്ചാണ് കളി നടക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പഴയ ഈസ്റ്റ് ജർമ്മനിയുടെ ഭാഗമായിരുന്ന ലെയ്പ്സിഷ് എന്ന് പറയുന്ന നഗരം അതുകൂടി ഉൾപ്പെടുത്തി ബെർലിൻ, ബോൺ, ആദ്യത്തെ ലോകകപ്പാണ്. അപ്പോൾ അതിന് അന്നത്തെ സംഘാടക സമിതിയുടെ ചുമതല വഹിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ കൈസർ നമ്മൾ വിളിക്കുന്ന ബെക്കൻബൗവർ ആയിരുന്നു. അന്ന് ലോകം മുഴുവൻ സഞ്ചരിച്ച് അതിനു മുമ്പ് ഇതിന് സ്ഥിരം വേദി കിട്ടാൻ വേണ്ടി ലോകം മുഴുവൻ സഞ്ചരിച്ച് പല രാജ്യങ്ങളുടെയും പിന്തുണ ഉറപ്പാക്കുന്നതിന് അതിൻ്റെ ഒരു ബ്രാൻഡായിട്ട് ജർമ്മനി മുന്നോട്ട് വെച്ചത് ബെക്കൻബൗവർ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം അത് വളരെ മനോഹരമായി നടപ്പിലാക്കി. സ്റ്റേഡിയങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ആ ഉദ്ഘാടന മത്സരം നടക്കുന്നത് മ്യൂണിക്കിലാണ്. ബയൺ മ്യൂണിക്കിൻ്റെ സ്റ്റേഡിയമായിരുന്നു. പക്ഷേ അവരത് കുറേ കൂടി ഭംഗിയാക്കി അതിൻ്റെ അടുത്ത് തന്നെ ഒരു റെയിൽവേ സ്റ്റേഷൻ തന്നെ പണിത് സ്റ്റേഡിയത്തിൻ്റെ അടുത്ത്. അപ്പോൾ സ്റ്റേഡിയത്തിൽ നിന്ന് കാണികൾ പുറത്തു പോകുമ്പോൾ നഗരത്തിൻ്റെ ഗതാഗതത്തെയൊന്നും കാര്യമായി ബാധിക്കുന്നില്ല. ഇഷ്ടം പോലെ തീവണ്ടി സർവീസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടിച്ചുകൊണ്ട് എല്ലാ നഗരങ്ങളിലേക്കും. അപ്പോൾ അത് ജർമ്മനിയുടെ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് അന്നത്തെ വികസനവും അല്ലെങ്കിൽ അന്നത്തെ അടിസ്ഥാന സൗകര്യങ്ങളുടെ ഒരു വലിയ മാറ്റങ്ങളുടെ തുടക്കവും ഈ ലോകകപ്പിനോടനുബന്ധിച്ച് അവർ നടത്തിയിട്ടുണ്ടാവും. ജർമ്മൻ റെയിൽവേ എന്ന് ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച റെയിൽവേകളിലൊന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു കൃത്യനിഷ്ഠയും അത് നമുക്കൊരു വലിയ അത്ഭുതമായിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങൾക്ക് വലിയൊരു ഗുണം കിട്ടിയിരുന്നത് ഫുട്ബോൾ അക്രഡിറ്റേഷൻ കാർഡുള്ളവർക്ക് ജർമ്മനിയിലെ ഏത് നഗരത്തിലെ സ്റ്റേഡിയത്തിലേക്കും പോകാൻ നമുക്ക് ടിക്കറ്റ് എടുക്കാതെ ഈ അക്രഡിറ്റേഷൻ കാർഡ് ഉപയോഗിച്ച് നമുക്ക് പോവാം. നമുക്ക് സീറ്റ് റിസർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം നേരത്തെ ഈ കാർഡ് കാണിച്ച് ചെറിയൊരു പൈസ കൊടുത്ത് റിസർവ് ചെയ്യണം. അതല്ലെങ്കിൽ നമുക്ക് ഏത് നഗരത്തിലേക്കും പോകാം. അപ്പോൾ അത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് വന്ന ജേർണലിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം വലിയ അനുഗ്രഹമായിരുന്നു. 12 നഗരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് വേറൊരു നഗരത്തിലേക്ക് പോകാൻ 6-7 മണിക്കൂർ ചിലപ്പോൾ ട്രെയിനിൽ വേണ്ടി വരും. പക്ഷേ ആ ദൂരത്തൊക്കെ ഈ സൗകര്യം കൊണ്ട് അവർ മായ്ച്ചു കളയുകയും അത് ജർമ്മനി ഒന്നായിട്ടൊരു ഐക്യ ജർമ്മനി എന്ന രീതിയിൽ, പിന്നെ അത് ജർമ്മൻ ദേശീയത വളർത്തുന്നതിൽ ഈ ഒരു ലോകകപ്പ് ജർമ്മനിയെ വല്ലാതെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെയാണ് നേരത്തെ ഒളിമ്പിക്സിന് തന്നെ ഹിറ്റ്ലറുടെ കാലത്ത് പോലും അത് അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. അതൊരു വലിയ ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു വലിയ നേട്ടമായിട്ട് കാണേണ്ടതുണ്ട്. കാരണം അത് മാത്രമല്ല, അതിൻ്റെ സാമ്പത്തികമായിട്ടുണ്ടാക്കിയ ലാഭവും വളരെ വളരെ വലുതായിരുന്നു. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ 2026 അപേക്ഷിച്ച് നോക്കുമ്പോൾ 2006 എന്ന് പറയുന്നത് സാങ്കേതികമായി അത്ര വലിയ മുന്നേറ്റമൊന്നും ഇല്ലാത്തൊരു കാലമാണ്. ആ കാലത്ത് തന്നെ ഒരുവിധപ്പെട്ട എല്ലാ സംവിധാനങ്ങളും അവിടെ ഏർപ്പെടുത്തുന്നു. മീഡിയ സെൻ്ററുകൾ, വളരെ വിശാലമായ മീഡിയ സെൻ്ററുകൾ, സ്റ്റേഡിയത്തിൽ തന്നെ വലിയ സൗകര്യങ്ങൾ ഒരുക്കുന്നു. പിന്നെ ഏറ്റവും ഇപ്പോൾ മിക്കവാറും എല്ലാ നഗരങ്ങളിലും ഇപ്പോൾ ഒരു രീതികൾ വന്നിട്ടുണ്ട്. ഫാൻ ബേസ്ഡ് ആയിട്ടുള്ള മൈതാനങ്ങളിൽ വലിയ ബിഗ് സ്ക്രീനുകൾ വെച്ചുകൊണ്ടുള്ള ഇതിനൊക്കെ തുടക്കം ഒരുപക്ഷെ അതിനു മുമ്പേ ഉണ്ടായിരിക്കണം. പക്ഷേ യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം അന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ മാത്രം ഫൈനൽ റൗണ്ടിൽ കടക്കുന്നു എന്നതോടുകൂടി തന്നെ യൂറോപ്പിൽ നിന്നുള്ള സകല രാജ്യങ്ങളിൽ നിന്നുള്ള കാണികൾ, ഫുട്ബോൾ ആരാധകർ, അവർ ശരിക്കും നമ്മൾ ലോകം പേടിയോടുകൂടി കാണുന്നവരാണ് യൂറോപ്പിലെ ഫുട്ബോൾ ഫാൻ, പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിൻ്റെ ഇംഗ്ലണ്ട് ഹൂളിഗനിസം നമ്മളിപ്പോൾ പറയാറുണ്ടല്ലോ. അപ്പോൾ എനിക്ക് ഓർമ്മ ഇംഗ്ലണ്ടിൻ്റെ ഒരു കളിയിൽ ഇതേപോലെ ഒരു ഉച്ചക്ക് അവിടുത്തെ 3 മണിക്കായിരുന്നു ഒരു കളി, 3 മണിയോ 4 മണിയോ ആണ്. അപ്പോൾ ഈ ഇംഗ്ലണ്ടിൽ നിന്നൊരു 1000കണക്കിന് കാണികളാണ് വരിക. അപ്പോൾ ഇതിനൊരു വലിയൊരു വെച്ചാൽ ജർമ്മനിയുടെ എല്ലാ നഗരങ്ങളും യൂറോപ്യൻ നഗരങ്ങളുമായിട്ട് കണക്ഷനുള്ള തീവണ്ടി സർവീസ് ഉണ്ട്. അപ്പോൾ ഓരോ തീവണ്ടി വരുമ്പോഴും
നൂറുകണക്കിന് ആൾക്കാരാണ് ഓരോ ഈ സ്റ്റേഡിയത്തിൻ്റെ അടുത്തുള്ള സ്റ്റേഷനിലേക്ക് വന്നിറങ്ങുക. പിന്നെ 1 കിലോമീറ്റർ നമ്മൾ നടന്നിട്ട് വേണം നമ്മൾ സ്റ്റേഡിയത്തിലേക്ക് പോകാൻ. അത് ഇവരുടെ ഒരു ആഘോഷമാണ്. അപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ ചൂട് അന്ന് ഈ ഉച്ചക്കത്തെ കളിയൊക്കെ നമുക്ക് കുറച്ച് ചൂടുണ്ടാവും. അപ്പോൾ ഈ ഇംഗ്ലണ്ടുകാരാണ് അക്കാര്യത്തിലൊക്കെ ഭയങ്കരമായ ഒരു കലാപം ഉണ്ടാക്കുന്ന പോലെ അവർ ഷർട്ടൊക്കെ അഴിച്ച് അവരുടെ ഇടയിലൂടെ പോകുന്നത് അപകടമായിരുന്നില്ല. അവരങ്ങനെ നമുക്കൊരു വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. പക്ഷെ ഒരു ബഹളം ഉണ്ടാക്കും. കളിക്ക് മുമ്പേയും കളി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴും നഗരം കീഴടക്കുന്ന രീതിയിലാണ് ഇംഗ്ലീഷ് കാണികൾ പ്രത്യേകിച്ചും. ജർമ്മൻ കാണികൾ കുറെ കൂടി ശാന്തന്മാരായിട്ടാണ്. കളി കഴിഞ്ഞാൽ പിന്നെ അവർ വേഗം അവരുടെ വഴിക്ക് പോകും. പിന്നെ പക്ഷേ ഏറ്റവും ഓളം ഉണ്ടാക്കിയത് ലാറ്റിൻ അമേരിക്കൻ, ബ്രസീലിൽ നിന്നും അർജന്റീന, അതുപോലെ മെക്സിക്കോയിൽ നിന്ന് വരുന്ന ആൾക്കാരൊക്കെയായിരുന്നു, കാണികളായിരുന്നു. അവരുടെ രീതി എങ്ങനെയായിരുന്നു? അവരൊക്കെ ബ്രസീൽ കളിക്കുന്ന സമയത്താണെങ്കിൽ എല്ലാ ഗ്രൗണ്ടുകളുടെ ഏതെങ്കിലും ഒരു ഗ്രൗണ്ടിലായിരിക്കും. പക്ഷേ അവർ ഈ വലിയ ബിഗ് സ്ക്രീൻ വെച്ചിട്ടുള്ള എല്ലാ ഗ്രൗണ്ടുകളിലും അല്ലെങ്കിൽ സിറ്റി കോർണറുകളിലും ബ്രസീലിയൻ സാമ്പ നൃത്തങ്ങളും അവരുടെ ആഘോഷങ്ങളൊക്കെ അവിടെ നിന്നുള്ള കലാകാരന്മാർ വന്ന് ഭയങ്കരമായ ആഘോഷം അതിൻ്റെ ഒരു ആവേശം ഉണ്ടാക്കുമായിരുന്നു. ഈ ഫൈനൽ റൗണ്ടിൻ്റെ ഒരു വലിയൊരു ഒരു ന്യൂനതയായിട്ടും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആവേശം ചോർത്തിപ്പോയത് ഈ ഒരു താളമാണ്. ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ മുഴുവൻ പോകുന്നു, ഏഷ്യൻ രാജ്യങ്ങൾ പോകുന്നു. ഒരുപക്ഷെ അന്നത്തെ ഏറ്റവും ത്രസിപ്പിക്കുന്ന ഒരു 2-3 ഏഷ്യൻ ടീമുകളുണ്ടായിരുന്നു. ഒന്ന് കൊറിയ, ജപ്പാൻ, അതേപോലെ ഓസ്ട്രേലിയ ആരും ഇതിൽ കയറാൻ സാധിച്ചില്ല. അവർക്കൊന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല. പക്ഷെ അവരൊക്കെ ആദ്യ റൗണ്ടുകളിലൊക്കെ വലിയ രീതിയിൽ ആരാധകരുണ്ടാക്കിയിരുന്നു. അപ്പോൾ കൊറിയയുടെ ഒരു അത്ഭുതം 2002 സെമി കളിച്ചവർ എങ്ങനെയാണ് കഷ്ടിച്ച് തോറ്റുപോയതാണ്. അപ്പോൾ കൊറിയ പക്ഷേ ഇവിടെയും നന്നായിട്ട് പെർഫോം ചെയ്തിരുന്നു. പക്ഷെ ഭാഗ്യദോഷം കൊണ്ട് അവർ അങ്ങോട്ട് അധികം കയറിപ്പോയില്ല. അതുപോലെ ജപ്പാൻ ഒരുപക്ഷെ ആ ടൂർണമെൻറ്റിൽ വേഗത, ഞാൻ 2-3 കളികൾ ജപ്പാൻ്റെ കാണാൻ അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഏറ്റവും വേഗത കൊണ്ട് നമ്മൾ ത്രസിപ്പിച്ച ടീമുകളിലൊന്ന് ജപ്പാൻ തന്നെയാണ്. അത്രമാത്രം നല്ല ഷാർപ്പ് ഷൂട്ടിങ്ങും അതേപോലെ ഡ്രിബിളിങ്ങും പിന്നെ സ്പീഡും കൊണ്ട് ജപ്പാൻ ജർമ്മനിയുടെ ഒരു മനം കവർന്നൊരു ടീമുകളിലൊന്നായിരുന്നു. ഈ ജാപ്പനീസ് ആരാധകർ വേറൊരു തലമാണ്. നമ്മൾ ഇംഗ്ലീഷുകാരുടെ കാര്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒരു മറുവശമാണ്. അവർക്ക് ഇതുപോലെയുള്ള പിന്നെ ആവേശ പ്രകടനങ്ങളൊന്നുമില്ല. അവരുടെ ടീമിനെ വളരെ സന്തോഷത്തോടുകൂടി അവരെ കണ്ടിരിക്കുന്നു. ജർമ്മനിയിലെ നാട്ടുകാരെങ്കിലും ഫാൻസ് അല്ലാത്ത നാട്ടുകാരുടെ അതൊരു വലിയൊരു കൗതുകമാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് അവിടെ ഒരു ടാബ്ലോയിഡ് പത്രം, ഈ ഫുട്ബോൾ മാത്രം കവർ ചെയ്യുന്ന, എല്ലാ കാലത്തും എല്ലാ ദിവസങ്ങളിലും കവർ ചെയ്യുന്ന ഒരു പത്രം, പേര് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല. ആ പത്രത്തിൻ്റെ ഒരു ദിവസത്തെ ഒരു പേജ്, 1-ാം പേജ്. കാരണം ഫൈനൽ റൗണ്ട് കഴിഞ്ഞു, സെമി കഴിഞ്ഞു, ഫൈനലിസ്റ്റുകളെ തീരുമാനിച്ചു. അപ്പോൾ ഫൈനൽ നടക്കുന്നതിൻ്റെ തലേ ദിവസത്തെ ആ പത്രത്തിൻ്റെ 1-ാം പേജ് സ്റ്റോറി എന്താണ്? പിന്നെ അതിൻ്റെ ഏതാണ്ടൊരു മലയാളം ഇങ്ങനെയാണ്: ഇനി നിങ്ങളുടെ വീട്ടിലേക്കൊന്ന് കണ്ണോടിക്കൂ എന്ന് പറഞ്ഞിട്ട് അവർ 10 കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കും. അവരൊരു കാരണം ജർമ്മൻ ജനതയുടെ ഒരു ഫുട്ബോൾ ഭ്രാന്തിനെ അല്ലെങ്കിൽ ഫുട്ബോൾ ആരാധനയെ പ്രൊമോട്ട് ചെയ്യുകയും അതോടൊപ്പം തന്നെ പിന്നെ അതിലൊരു ഏറ്റവും തമാശ എല്ലാവരും 10ാമത്തെ ചോദ്യം അവരൊരു ക്വസ്റ്റ്യനെയർ പോലെ ഉണ്ടാക്കിയതാണ്. ഒരു തമാശ, പക്ഷേ മെയിൻ സ്റ്റോറിയാണ്. അന്നത്തെ ആ പത്രത്തിൻ്റെ മെയിൻ സ്റ്റോറി അതാണ്: നിങ്ങളുടെ ഷൂവിൻ്റെ സോക്സ് മാറ്റി എന്ന് ഉറപ്പുവരുത്തുക. കാരണം അത് കാണിക്കുന്നത് വെച്ചാൽ ഇതുവരെ ഇവൻ ഷൂവിൻ്റെ സോക്സ് മാറ്റാൻ പോലും ഇവന് മനസ്സ് വന്നിട്ടില്ല, മറന്നിട്ട് ഇവൻ ജീവിക്കുകയാണ്. കാരണം കളിക്കളത്തിലാണ് ഇവൻ്റെ യാത്രകളും അല്ലെങ്കിൽ കളിയിലാണ് ഇവൻ്റെ ജീവിതം എന്നുള്ള രീതിയാണ്. പിന്നെ മറ്റൊന്ന്, നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് അവിടെ തന്നെ ഉണ്ട്, നിങ്ങളുടെ കൂടെ വീട്ടിലുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഈ രീതിയിൽ രസകരമായ, പക്ഷെ അതൊരു ജർമ്മൻ ജനതയുടെ ഒരു റിഫ്ലക്ഷൻ അല്ലെങ്കിൽ അവരെന്താണ് ചിന്തിക്കുന്നത്, ആ കാഴ്ചപ്പാട്. കാരണം അത്രമാത്രമാണ് ജർമ്മൻ. ഇപ്പം എനിക്കൊരു ജർമ്മൻ എഞ്ചിനീയർ അവിടെ ഒരു നമ്മുടെ വളരെ അടുത്ത സുഹൃത്താണ്, ജർമ്മനാണ്. അതേ കണ്ണൂരൊക്കെ വന്ന് എൻ്റെ വീട്ടിലൊക്കെ വന്ന് താമസിച്ചിട്ടുണ്ട്. അപ്പോൾ ലോകകപ്പിന് പരിചയപ്പെട്ടതാണ്. അതിന് മുമ്പേ ഞാൻ 2002 ജർമ്മനിയിൽ പോയപ്പോൾ അദ്ദേഹത്തെ പരിചയപ്പെട്ടാണ്. അപ്പോൾ അദ്ദേഹം 2003-ലോ 2004-ലോ മറ്റോ ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് തെയ്യങ്ങൾ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് പിന്നെ നമ്മളെപ്പോഴും ബന്ധപ്പെടാറുണ്ടായിരുന്നു. അങ്ങനെ 2006 ഞാൻ ഇവിടെ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ പലതവണ
പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഇതേപോലെ തന്നെയാണ്. അദ്ദേഹം ഭയങ്കര അത്ഭുതം കൂടിയാണ്. ഈ മത്സരങ്ങളൊക്കെ ഓരോ ദിവസം ഓരോ കളിക്കാരനും അവർക്ക് മനഃപ്പാടമാണ്. അപ്പോൾ അദ്ദേഹം ഒരു അവധി ദിവസം എന്നെ അദ്ദേഹം ഒരു സ്കൂളിലേക്ക് കൊണ്ടുപോയി. അദ്ദേഹത്തിൻ്റെ മകൻ പഠിക്കുന്ന ഒരു സ്കൂളിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഞാൻ എന്തിനാ ഇന്നിപ്പോൾ പോകേണ്ട കാര്യം എന്താ? അല്ലല്ല, ഇന്ന് അവിടെ കുട്ടികളുടെ ഫുട്ബോൾ ടൂർണമെൻ്റ് ഉണ്ട്. ഈ ലോകകപ്പിന് സമാന്തരമായിട്ട് ഇതിന് സമാന്തരമായിട്ട് അവർ ഈ അവരുടെ ടീമിനെ പല മേഖല പല പേരുകളിലാക്കിയിട്ട് ചെറിയ കുട്ടികളാണ്, ഒരു 10 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. അപ്പോൾ അത് ഒരു കമ്പൽസറിയാണ്. അപ്പോൾ അവിടെയുള്ള സ്കൂളുകളിൽ പിന്നെ ഒരു ഫുട്ബോൾ കളിക്കണം അല്ലെങ്കിൽ ഫുട്ബോൾ പഠിക്കണം എന്ന് താല്പര്യമുള്ള ഒരു കുട്ടിയെ അവിടുത്തെ ലോക്കൽ ക്ലബ്ബുകൾ അവനെ പിന്നെ ദത്തെടുക്കണം. ആ ക്ലബിന് ഇങ്ങനെ കുട്ടികളെ, വളർന്നു വരുന്ന കുട്ടികളെ, ഇത്ര കുട്ടികളെ അവരുടെ ക്ലബിൻ്റെ അഫിലിയേറ്റ് ചെയ്ത ജൂനിയർ അല്ലെങ്കിൽ വളരെ ബഡ്സിൻ്റെ ടീമിലൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ ഇവൻ്റെ ഈ ക്ലബിൻ്റെ അഫിലിയേഷൻ പൂർണ്ണമാവുള്ളൂ. എന്തുകൊണ്ടാണ് ഈ പാരമ്പര്യം ഇപ്പോഴും കെടാതെ നിൽക്കുന്നത്? ഉത്തരമാണത്. അത് കാരണം നമ്മൾ വെറുതെ ഏതെങ്കിലും ഒരു അണ്ടർ 19 കോച്ചിങ് ക്യാമ്പ് നടത്തി അതിൽ നിന്ന് ഒരാളെ എടുക്കുന്നു, അല്ലെങ്കിൽ അണ്ടർ 17 കോച്ചിങ് ക്യാമ്പ് നടത്തി എടുക്കുന്നു എന്നല്ല. ഇന്ത്യയൊക്കെ ശരിക്കും പഠിക്കണം. 56 ഒളിമ്പിക്സ് നമ്മൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെ, ഇതെന്താണെന്ന് വെച്ചാൽ ഇപ്പം ബേൺ മ്യൂണിക്കിൻ്റെ പരിധിയിലുള്ള സ്കൂളുകളിൽ, ആ സ്കൂളുകളിൽ നിന്ന് ഫുട്ബോൾ പഠിക്കണം അല്ലെങ്കിൽ കളിക്കാൻ താല്പര്യമുള്ള എത്ര കുട്ടികളുണ്ടോ ആ കുട്ടികളെ കളിപ്പിക്കാനും പരിശീലിപ്പിക്കാനും ഒക്കെയുള്ള ഉത്തരവാദിത്വം ഈ ക്ലബിനും കൂടിയുള്ളതാണ്. അപ്പോൾ അവർ സ്കൂളിൽ പോയി കണ്ടെത്തി ഈ കുട്ടികൾക്ക് വേണ്ട സ്കൂൾ ഗ്രൗണ്ടിൽ തന്നെ അതിൽ കൊടുക്കണം. അപ്പോൾ അങ്ങനെയുള്ളൊരു ടൂർണമെൻറ്റിലാണ് ഇയാൾ എന്നെ കൊണ്ടുപോയത്. അപ്പം ആയിരക്കണക്കിന് ഇതേ രീതിയിലുള്ള കളികൾ പല ഭാഗത്ത് നടക്കുന്നുണ്ട്, ഓരോ ക്ലബിൻ്റെ കീഴിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ രക്ഷിതാക്കൾ ഭയങ്കര ആവേശത്തോടുകൂടി 5ഉം 6ഉം വയസ്സുള്ള കുട്ടികൾ പന്ത് തട്ടുന്നതും അതിനുവേണ്ടി ആർത്ത് വിളിക്കുന്നതും ഒക്കെ കാണുമ്പോൾ അവിടെയാണ്. അപ്പോൾ അവിടെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് കളി ഇപ്പോഴും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും കുറേയൊക്കെ മാറിയിട്ടുണ്ട്. ക്രിക്കറ്റിലൊക്കെ ഒരുപാട് ഗാലറിയിൽ ഒരുപാട് സ്ത്രീകളെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഫുട്ബോൾ ഗ്രൗണ്ടിൽ അത്രയധികം ഉണ്ടോ? കാണുന്നില്ല. ചിലപ്പോൾ കുറച്ച് കോഴിക്കോട് സ്ത്രീകൾക്കായിട്ട് സ്ഥലമൊക്കെ പോയി. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി ജനറേഷൻ മാറി വരുന്നുണ്ട്. അവിടെ അങ്ങനെയല്ല. അതൊരു ഫാമിലി അഫെയർ പോലെയാണ്. ഒരു സ്റ്റേഡിയത്തിൽ ഒരു കളി നടക്കുന്നുണ്ടെങ്കിൽ ഒരു ഫാമിലി അഫെയർ പോലെ കുട്ടികൾക്ക് വേണമെങ്കിൽ സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിൽ കയറാം, അല്ലെങ്കിൽ അവർക്ക് അവിടെ നിന്ന് പാർക്കിൽ കളിക്കാം. സ്ത്രീകൾക്കും വേണമെങ്കിൽ കളിക്കാം, അവർക്ക് അവരുടേതായ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കാം. കാരണം ഒരു കളി ഉണ്ടെങ്കിൽ ഒരു 4 മണിക്കൂർ മുമ്പ് തന്നെ ഈ കുടുംബങ്ങൾ മുഴുവൻ, ആ ചുറ്റുവട്ടത്തുള്ള കുടുംബങ്ങൾ മുഴുവൻ സ്റ്റേഡിയത്തിലേക്ക് കൊണ്ടുവരുന്ന ആക്ടിവിറ്റീസ് നടത്തുന്നുണ്ട്. ശരിക്കും വീട്ടിലാണ്. അവിടെ അങ്ങനെ ഫുട്ബോളിനോടൊരു പ്രണയം ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് അവൻ ഭാവിയിൽ കളിയിലേക്ക് സീരിയസ് ആയി നോക്കുക. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് അവിടെ പോയപ്പോഴാണ് നമുക്ക് മനസ്സിലായി ഇങ്ങനെയും ഫുട്ബോളിൻ്റെ അതൊരു വലിയ നമ്മൾ ഉണ്ടാക്കിയ ഒരു മാറ്റം. പൊതുവേ ജർമ്മൻ ജനതയുടെ ഒരു ജീവിത രീതിയൊക്കെ അന്ന് അടുത്തറിയാൻ കഴിഞ്ഞിട്ടില്ലേ? തീർച്ചയായും. ഞാൻ ഈ പറഞ്ഞ എഞ്ചിനീയറുടെ വീട്ടിൽ ഞാൻ 4-5 തവണ താമസിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വലിയ ഫുട്ബോളിന് വലിയ ഇതുണ്ട്. പക്ഷേ അവിടെ അന്ന് ഞാൻ 2002 ഞാൻ പറഞ്ഞല്ലോ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ പോയി എന്ന്. അപ്പോൾ അന്ന് ഈ നമ്മുടെ രാമേന്ദ്രൻ കവർ ചെയ്ത കൊറിയ ജപ്പാൻ വേൾഡ് ലോകകപ്പ് നടക്കുന്ന ആ സമയത്താണ് ഞാൻ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിക്കുന്നത്. ഞങ്ങളൊരു 10 ദിവസത്തോളം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വൈകിട്ട് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ TV ഇല്ല. ഈ ജർമ്മൻ ജനത പൊതുവേ വായനയാണ്, പുസ്തകങ്ങളിലാണ് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ കളിക്കളത്തിൽ. അല്ലാതെ ഇങ്ങനെ TV നോക്കിയിരിക്കുന്നത് വളരെ അപൂർവമായിട്ടാണ് എനിക്കന്ന് തോന്നിയത്. ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ TV ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ കളി കാണണം, അതെന്താ വഴി? അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു ഇവിടുന്ന് 4ാമത്തെ വീട്ടിൽ ഒരു TV ഉണ്ട് എന്ന്, അവിടെ ശബ്ദം കേൾക്കാറുണ്ട് എന്ന് പറഞ്ഞു. നമ്മൾ 86 നമ്മുടെ അവസ്ഥ ആയിരുന്നു. അതെ. കാരണം ഇത് പക്ഷേ TV ഇല്ലായിട്ടല്ല, പക്ഷെ അവർക്ക് വേണ്ട. അവർ ഒന്നുകിൽ നിങ്ങൾ വലിയ ഗ്രൗണ്ടിൽ സ്ക്രീൻ വെച്ച് കളി കാണും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി അല്ലെ ബാറിൽ ക്ലബിൽ നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് കളി കാണുന്ന രീതിയല്ല. അവിടെ കളി എന്ന് പറയുന്നത് ഒരു ആഘോഷമാണ്. അത് ഒരു കമ്മ്യൂണിറ്റിയിൽ ഇപ്പോൾ അവസാനം അദ്ദേഹം എന്നെ അവരുടെ ആ ഏരിയയിലുള്ള ഒരു ക്ലബിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ നോക്കുമ്പോൾ നിലത്തും കസേരയിലും ഒക്കെ ഒരു 10-100 പേര് ഇരിക്കുന്നുണ്ട്. അവരൊരു ആഘോഷത്തോട് കളിയാണ്. ഇവർക്കൊക്കെ വേണമെങ്കിൽ ഒറ്റയ്ക്ക് കളി എവിടെയെങ്കിലും പോയി കാണാം, പക്ഷേ അവരതിനില്ല. ഇത് ഒരു കൂട്ടായ്മയുടെ ഒരു ആഘോഷമായി ഫാൻ കൾച്ചർ രൂപപ്പെടുന്നതാണ്. അപ്പോൾ ഇല്ല, ഇപ്പോഴും നമ്മളെന്താണ്, നമ്മുടെ വീട്ടിൽ ഇരുന്നിട്ട് നമ്മൾ കളി കാണുന്നു,
എന്നുള്ളതാണ്. പക്ഷേ അതിപ്പോൾ കോഴിക്കോടൊക്കെ നന്നായി മാറി വരുന്നുണ്ട്. കോഴിക്കോട് ഇപ്പോൾ കഴിഞ്ഞ ലോകകപ്പിനൊക്കെ വലിയ ബിഗ് സ്ക്രീൻ വെച്ച് വലിയ വലിയ ആവേശം അങ്ങനെ ഉണ്ടാവണം. അങ്ങനെ എല്ലാ മുക്കിലും മൂലയിലും ഈ വലിയ ബിഗ് സ്ക്രീൻ വെച്ച് ആളുകൾ കൂട്ടമായി ആണും പെണ്ണും കുട്ടികളും ഒക്കെ വരുന്ന രീതിയിലേക്കുള്ള ഒരു കൾച്ചർ രൂപപ്പെടുമ്പോഴാണ് ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു വികാരമായി വരുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയത്. അവിടെ നിന്ന് കിട്ടിയൊരു പാഠവും അതാണ്. നമ്മളെ അന്നത്തെ ഭക്ഷണമൊക്കെ എങ്ങനെയായിരുന്നു? ഭക്ഷണം വലിയ കഷ്ടമാണ് നമ്മൾ ഇന്ത്യക്കാർ. അതൊരു രസമുള്ളൊരു ഇതാണ്. ഇപ്പോൾ നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ 1-2 ദിവസമൊക്കെ നമ്മൾ ബർഗറും അല്ലെങ്കിൽ പിസയും അതേപോലെയുള്ള നമ്മൾക്ക് ഇഷ്ടപ്പെടും. ഒരു 10 ദിവസം കഴിഞ്ഞ് നമ്മൾക്ക് ഒരു കുറച്ച് ചോറും കറിയും സ്വഭാവത്തിലേക്ക്. അതെ അതെ. അപ്പോൾ പിന്നെ നമ്മൾ പലപ്പോഴും സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് ഈ ഫുഡ് സ്ട്രീറ്റ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അധികവും തായ്വാൻ, ചൈനീസ്, അതൊക്കെ ഫ്രൈഡ് റൈസ് അങ്ങനെയൊക്കെ നോക്കുമായിരുന്നു. പക്ഷേ എനിക്കൊരു കൗതുകം, ഒരു അല്പം ചോറും കഴിക്കണം എന്നൊരു ആഗ്രഹം കൊണ്ട് ഞാനൊരു ദിവസം ബെർലിനാണെന്ന് തോന്നുന്നു ഇങ്ങനെ നടന്നു പോയപ്പോൾ ഒരു ഹിന്ദി ഗാനം കേട്ടു. ഒരു ടി വിയിലോ റേഡിയോയിലോ മറ്റോ ആണ്, ഒരു ഹിന്ദി ടേപ്പ് റെക്കോർഡറിലോ മറ്റോ ആണെന്ന് തോന്നുന്നു, ഒരു ചെറിയൊരു കൊച്ചു കട. അപ്പോൾ ഞാൻ അത് കേട്ടപ്പോൾ ഞാൻ എന്തായാലും ഹിന്ദിക്കാരൻ്റെ ഒരു ചാവൽ ഉണ്ടാവും. അപ്പോൾ അയാൾ ഇല്ല, അയാൾ മറ്റേ ബ്രെഡും ഇതൊക്കെയാണ് അയാൾ വിൽക്കുന്നത്. അപ്പോൾ അതൊരു പാകിസ്ഥാനി കടയാണ്. പക്ഷേ അയാൾ അവിടെ വെച്ചിരിക്കുന്നത്, പ്ലേ ചെയ്തിരിക്കുന്നത് ലതാ മങ്കേഷ്കറിൻ്റെ ഒരു പാട്ടാണ്. അതിർത്തികളൊന്നും ഇല്ലാതായി പോകുന്ന ഇതാണ്. അപ്പോൾ അയാൾ ഞാൻ ഇന്ത്യക്കാരാണെന്ന് പറഞ്ഞപ്പോൾ പുള്ളി എന്നെ പിടിച്ചിരുത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ 10-20 ദിവസമായി എനിക്ക് കുറച്ച് ചാവൽ റൈസ് വേണമെന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയൊക്കെ ഹിന്ദിയിലൊക്കെ പറഞ്ഞ് ഫലിപ്പിച്ചപ്പോൾ ഇങ്ങനെ എന്നെ 1/2 മണിക്കൂർ സമയം തരുമെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം എനിക്ക് വേണ്ടി കുറച്ച് ചോറുണ്ടാക്കി ഒരു ചിക്കൻ കറി ഉണ്ടാക്കി എനിക്ക് തന്നു. അയാൾ പൈസയും വാങ്ങിച്ചില്ല. എന്നിട്ട് എന്നെ അടുത്ത ബസ് സ്റ്റേഷൻ വരെ അയാൾ കൊണ്ടുപോയി വിട്ടു തന്നു. അത്ര ഒരു പാകിസ്ഥാനിയാണ്. നമ്മൾ പാകിസ്ഥാനിൽ എങ്ങനെ ശത്രുരാജ്യം എന്ന് വിളിക്കും? അതെ, ശത്രുരാജ്യമാണ്. പക്ഷേ നമ്മുടെ ഈ കംഫർട്ട് സോൺ കടന്ന് നമ്മൾ പുറത്തോട്ട് പോകുമ്പോഴാണ് നമ്മൾ മനുഷ്യൻ എത്ര ഒന്നാണെന്ന് തോന്നൽ വരികയാണ്. അപ്പോൾ അയാൾ ഒരു പാകിസ്ഥാനിയാണ്. ലതാ മങ്കേഷ്കറിൻ്റെ ഒരു ഹിന്ദി ഗാനമാണ് അയാൾ കേൾക്കുന്നത്. അയാളുടെ നൊസ്റ്റാൾജി അതാണ്. അപ്പോൾ ആ രീതിയിലാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഇത് പിന്നെ ജർമ്മനി അന്ന് ചെയ്ത് ജർമ്മനിയിലെ ഒരു ഗുണവും ദോഷവും, ജർമ്മൻ ഭാഷ സുപ്പീരിയർ ആണെന്ന് വിശ്വസിക്കുന്ന ഒരു കൾച്ചറുള്ള അവർക്ക് കൂടുതലുണ്ടെന്ന്. ദേശീയത ഞാൻ നേരത്തെ പറഞ്ഞു, ദേശീയതയിൽ അഭിരമിക്കുന്ന ഒരു ജനതയാണ് അവർ. അപ്പോൾ അവർക്ക് ഇംഗ്ലീഷ് പറയുന്നതിനോടൊന്നും വലിയ താല്പര്യമില്ല. ഇംഗ്ലീഷ് അവരെക്കാൾ താഴ്ന്ന ഭാഷയാണ്. അപ്പോൾ നമ്മളിതൊരു ലോകഭാഷ എന്ന മട്ടിലാണ് ഇംഗ്ലീഷിനെ കുറിച്ച് അല്ലെങ്കിൽ ഇംഗ്ലീഷ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷേ അവിടെ അവർ ജർമ്മൻ ഭാഷയാണ്. പക്ഷേ ഈ ഒരു വലിയൊരു ലോകത്തു നിന്നുള്ള എല്ലാ ഭാഗത്തു നിന്നുള്ള ആൾക്കാർ വരുന്നു എന്നുള്ള അറിഞ്ഞുകൊണ്ട് അവർ 6 മാസം മുമ്പ് തന്നെ അതിനുള്ള ഒരുക്കങ്ങൾ നടത്തിയിരുന്നു. ഭാഷ പഠിച്ചതല്ല, അവർ ഈ ലോകത്തിൻ്റെ ഏതൊക്കെ ടീമുകളാണോ അല്ലെങ്കിൽ ഏതൊക്കെ നാടുകളിൽ നിന്നാണോ സന്ദർശകർ എത്തുന്നത് അവർക്ക് സഹായിക്കാൻ വേണ്ടിയിട്ട് സിറ്റി ഗൈഡ്സ് ഒരു ബാഡ്ജ് വെച്ച് അവരുടെ ഒരു യൂണിഫോമിൽ ബാഡ്ജ് വെച്ചിട്ട് അവൻ സംസാരിക്കുന്ന ഭാഷകൾ ഇവിടെ അടയാളപ്പെടുത്തും. ഹിന്ദി, ഇംഗ്ലീഷ്, അല്ലെങ്കിൽ സ്പാനിഷ്. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള സിറ്റി വോളണ്ടിയേഴ്സിനെ നമുക്ക് ഈ പല സ്റ്റേഡിയത്തിൻ്റെ ചുറ്റുമുള്ള പല സ്ട്രീറ്റുകളിലും കാണാൻ പറ്റും. നമ്മളെ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിനൊക്കെ ഫോണിലുള്ളത് അതേപോലെയാണ്. അപ്പോൾ നമ്മൾ ഈ പെട്ടെന്ന് ഏതെങ്കിലും ഒരു ബെർലിനിലെ ഒരു സ്റ്റേഡിയത്തിനടുത്ത് നമുക്ക് വഴി ചോദിക്കാൻ ഏത് ഭാഷയിൽ നിങ്ങൾ ചോദിക്കും? അപ്പോൾ നമുക്ക് ഈ വോളണ്ടിയേഴ്സിൻ്റെ ഇംഗ്ലീഷ് അങ്ങനെ ഉണ്ടെങ്കിൽ അത് നോക്കി കണ്ടുപിടിക്കാം. അപ്പോൾ അവർ വളരെ നമ്മളെ എവിടെ കൊണ്ടുപോയി വിടാനും അവർ തയ്യാറായിരുന്നു. അപ്പോൾ ഈ കുട്ടികളെ അവർ സെലക്ട് ചെയ്ത് 6 മാസം മുമ്പ് ജർമ്മനിയിൽ നിന്നുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും കീഴിലുള്ള കോളേജുകളിൽ നിന്ന് അവർ കോൾ ഫോർ ചെയ്തു ഇങ്ങനെ വോളണ്ടിയേഴ്സായിട്ട്, സിറ്റി വോളണ്ടിയേഴ്സായിട്ട്. അതിപ്പോൾ ഒരു കുട്ടി മ്യൂണിക്കിൽ പഠിക്കുന്നൊരു കുട്ടിയാണെങ്കിൽ മ്യൂണിക്കിലെ സ്റ്റേഡിയത്തിനും പരിസരത്തും സിറ്റി ഗൈഡ് വോളണ്ടിയറായിട്ട് അയാൾക്ക് കൊടുക്കാം. ആകെ അവർ കൊടുത്തിരുന്നത് ടീഷർട്ടും ഇത് മാത്രമാണ്, ഈ ബാഡ്ജും, വേറെ ഇതൊന്നുമില്ല. പക്ഷേ ഇവർക്ക് ഏതെങ്കിലും ഒരു ആഴ്ചയിൽ ഒരു കളി ഇവർക്ക് സൗജന്യമായി കാണുകയും ചെയ്യാം. അതാണ് വലിയൊരു അവിടുത്തെ ഒരു വലിയ പ്രതിഫലം. അപ്പോൾ ഇതിനു വേണ്ടി കുട്ടികൾ ക്യൂ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ 2-3 തവണ നമ്മുടെ ഡൽഹിയിൽ നിന്നുള്ളൊരു ഇന്ത്യക്കാരനെ പരിചയപ്പെട്ടു, പിന്നെ പഞ്ചാബിയെ പരിചയപ്പെട്ടു.
അപ്പോൾ ഇവരൊക്കെ അവിടെ പഠിക്കുന്ന കുട്ടികളാണ്, അവരുണ്ട് ഇതിൽ, അവരുണ്ട്. അപ്പോൾ അത് പിന്നെ ജർമ്മൻസ് മാത്രമല്ല, പല യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പല ഭാഷകൾ പഠിക്കുന്ന അവരുടെ ആ ഭാഷയിലെ ഫ്ലുവൻസി ഇവർ ചെക്ക് ചെയ്ത് ഒരു ഗൈഡ് ഉണ്ടാക്കി അതിൽ നിന്ന് ഓരോ സ്റ്റേഡിയത്തിലേക്കും അതിൻ്റെ ഓരോ ഗേറ്റിലും അതിൻ്റെ ഓരോ ആ നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ കുട്ടികളെ അവർ ഡിപ്ലോയ് ചെയ്തു. അങ്ങനെ അതാണ്. അപ്പോൾ അത് പ്രതിഫലമില്ല. ഞാൻ ഈ കാര്യം ഇത് അറിഞ്ഞിട്ട് ഞാനത് പിന്നീട് നമ്മുടെ ഒരു എന്തോ ഒരു ഫംഗ്ഷനിൽ വെച്ചിട്ട് ഞാൻ അന്ന് നമ്മുടെ ടി പി ശ്രീരാമകൃഷ്ണൻ നമ്മുടെ യുവജനക്ഷേമ ബോർഡിൻ്റെ ചെയർമാൻ, ഞാൻ പറഞ്ഞു ഇങ്ങനെയൊരു ആശയമുണ്ട് നമുക്ക് കേരളത്തിൽ നമുക്കിത് ഫലപ്രദമായി. അന്ന് കേരളം എന്തോ ഒരു മത്സരത്തിനുള്ള ഒരു ദേശീയ ഗെയിംസോ മറ്റുമാണ്. ഞാൻ പറഞ്ഞു ഇങ്ങനൊരു ആശയം നമുക്ക് നമ്മുടെ കോളേജുകളിൽ നിന്ന് വിത്തൗട്ട് എനി റെമ്യൂണറേഷൻ നമുക്ക് നമ്മുടെ കോളേജുകളിൽ പഠിക്കുന്ന പല ഭാഷയിൽ നിന്നുള്ള കുട്ടികളുണ്ട്, പല ഭാഷ പറയുന്ന കുട്ടികളുണ്ട്, അവരെ നമുക്ക് ഉപയോഗിക്കാം, ഹിന്ദിയും അറബിക്കും അതേപോലെയുള്ള. അപ്പോൾ പുള്ളി നല്ല ആശയമാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ നടന്നോന്നും എനിക്കറിയില്ല. പക്ഷേ കളികൾ അങ്ങനെയാണല്ലോ നമ്മളെ. അതെ, കളികളൊക്കെ എങ്ങനെയാണ് നിങ്ങളൊരു കളിയെ മാർക്കറ്റ് ചെയ്യുക, നിങ്ങൾ എങ്ങനെയാണ് ഒരു കളിയെ മാർക്കറ്റ് ചെയ്യുക, ഒരു കളിയെ എങ്ങനെ നിങ്ങൾക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങുക. അപ്പോൾ അവിടുത്തെ ഏറ്റവും നേരത്തെ രാജേഷ് പറഞ്ഞ പോലെ ജർമ്മനി എന്ന് പറയുന്ന ഒരു ദേശീയതയെ എപ്പോഴും ഉയർത്തിപ്പിടിക്കുന്നൊരു അതിൻ്റെ ചരിത്രം അങ്ങനെയാണ്. ഇവർ ജർമ്മൻ പതാകകൾ വളരെ സൗജന്യ നിരക്കിൽ ഇങ്ങനെ കൊടുക്കുമായിരുന്നു. അത് ചൈനയിൽ നിന്ന് പ്രിന്റ് ചെയ്ത് കൊണ്ടുവരുന്നത് രാജാതിർത്തികളോ സംസ്കാരാതിർത്തികളോ ഒന്നുമില്ല, ചൈനയിൽ നിന്ന് ബൾക്കായിട്ട് വരികയായിരുന്നു. അപ്പോൾ ബ്രസീലിൻ്റെയും അർജൻറ്റീനയും ഒക്കെ കൊടികളൊക്കെ ഇങ്ങനെ ഇതേപോലെ വന്നിരുന്നു. പക്ഷേ ഇവരൊക്കെ പോയതുകൂടി ആ കച്ചവടം അങ്ങ് പോയി. ജർമ്മനിയും സെമിയിൽ തോറ്റതോടുകൂടി അതും നിന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ബിസിനസ് കാര്യങ്ങളും കൂടി ഇതിൻ്റെ കൂടെ നടത്തും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ബെക്കൻ ബൗവറിൻ്റെ ഭയങ്കരമായ ആശയങ്ങളും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും അതാണ് ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച രീതിയിലേക്ക് ഈ ലോകകപ്പിനെ 2006 ലോകകപ്പിനെ ഉയർത്തിക്കൊണ്ടുവരാൻ ഉണ്ടാക്കി. ചരിത്രത്തിൽ വലിയൊരു ഇടമുള്ള ലോകകപ്പാണ്. തീർച്ചയായും പല കാരണങ്ങളുണ്ട്. ഇപ്പം നമ്മൾ 20 വർഷത്തിന് ശേഷം നമ്മൾ ഓർക്കുമ്പം അന്ന് അരങ്ങേറ്റം കുറിച്ച് മെസ്സി പോകുന്നു, റൊണാൾഡോ പോകുന്നു, ആ വിടവാങ്ങലൊക്കെ നമ്മൾ വിഷമിക്കുന്നു, ഇന്ത്യയിൽ നമ്മൾ വിഷമിക്കുന്നു. അതെ, അതിന് വലിയൊരു പക്ഷേ അതിന് പിന്നെ ഇതൊരു കാലചക്രം ഇങ്ങനെ ഉള്ളും. ഇനിയിപ്പോൾ പുതിയ താരങ്ങൾ ഇവിടെ ഈ നമ്മൾ പറഞ്ഞ മറ്റൊരാസി ഇന്ത്യയിൽ നിന്ന് കളിച്ചു. അപ്പോൾ ഈ അതിർത്തികളൊക്കെ മാഞ്ഞു പോകുന്ന ഒരു സാധനമാണ് ലോകകപ്പ്. അപ്പോൾ എല്ലാ 4 വർഷം കൂടുമ്പോൾ നമുക്കതിനെ ആഘോഷിക്കാനുള്ള ഒരു ഭാഗ്യമുണ്ട്. എന്നാൽ ആ കളി നമ്മളൊക്കെ ടി വിയിലേ ഞങ്ങളൊക്കെ കാണുന്നുള്ളൂ. അത് നേരിട്ട് കാണാൻ ഭാഗ്യമുണ്ട് ശശിയേട്ടൻ പോലത്തെ ആളുകളാണ്. അതായത് അതൊരു വലിയ ഭാഗ്യമാണ്. കാരണം നിങ്ങളുടെ കയ്യിൽ ലക്ഷങ്ങളുണ്ടായാൽ പോലും ഇങ്ങനെ ഇത്രയധികം കളികൾ ഒരു ചാമ്പ്യൻഷിപ്പിൽ കാണാൻ പറ്റില്ല. അവിടെ അതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയ നമ്മളെ സംബന്ധിച്ചുള്ള ഒരു ജേർണലിസ്റ്റ്, ഒരു അക്രഡിറ്റഡ് ജേർണലിസ്റ്റിന് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നതാണ്. ഇത്രയും നഗരങ്ങളിലേക്ക് നിങ്ങൾക്ക് കളി കാണാനോ അല്ലെങ്കിലും നിങ്ങൾക്ക് പോകാം. ജർമ്മനിയുടെ മുക്കും മൂലയിൽ നിങ്ങൾക്ക് ഈ തീവണ്ടിയിൽ സഞ്ചരിക്കാം. ഫസ്റ്റ് ക്ലാസ്സിലാണ് സഞ്ചാരം. നമുക്ക് അലോട്ട് ചെയ്യുന്ന കളികളുണ്ടാവും. പക്ഷേ നമ്മൾ അവിടെ ചുറ്റിപ്പറ്റി നിന്നാലൊക്കെ ചിലപ്പോൾ നമുക്കൊരു അവസാനം ഒരു പാസ്സൊക്കെ നമുക്ക് കിട്ടും. നമുക്ക് അലോട്ട് ചെയ്യുന്ന കുറേ കളികളുണ്ട്. ചിലപ്പോൾ നമുക്ക് താല്പര്യമില്ലാത്ത ടീമുകളുടെ കളിയാണെങ്കിൽ നമ്മൾ അവിടെ പോവാതെ നമ്മൾ വേറെ ഏതെങ്കിലും സ്റ്റേഡിയത്തിലേക്ക് നമ്മൾ പോയി നോക്കും. മിക്കവാറും അങ്ങനെ കിട്ടാറുണ്ട്. കാരണം അവസാനം കുറച്ച് ടിക്കറ്റൊക്കെ ബാക്കി വരുമ്പോൾ അവർ അവിടെയുള്ള ജേർണലിസ്റ്റുകൾക്ക് കൊടുക്കും. അപ്പോൾ അങ്ങനെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ 32 ടീമിൽ ഒരുവിധപ്പെട്ട മിക്കവാറും എല്ലാ ടീമുകളുടെയും നല്ല ടീമുകളുടെ എല്ലാ കളികളും ഒരു ദിവസമെങ്കിലും കാണാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ സൗഭാഗ്യമാണ്. എന്തായാലും ആ ഒരു വട്ടം നമ്മൾ പൂർണ്ണമായി. ഇനി വീണ്ടും ഇതൊരു പുതിയൊരു യുഗത്തിൻ്റെ തുടക്കമാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായും പുതിയ താരങ്ങൾ ഉണ്ടാവട്ടെ. കളിയാണ്, അതിപ്പോൾ താരങ്ങൾ മാത്രമല്ല, ഈ ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു വികാരം, അത് ആ പന്തിങ്ങനെ ഏത് ദിശയിലേക്കും പോകുന്നത് പോലെ നമ്മുടെ വികാരം, ഫുട്ബോൾ പ്രേമം, അതൊരു സന്തോഷം പ്രചരിക്കട്ടെ, വ്യാപിക്കട്ടെ എന്ന് മാത്രമേ ഉള്ളൂ.